السلام عليكم ورحمة الله وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إذ نادر حقا خلو محافلي عن حوبة فانظر لنفسك عاقلا. كل المعاصي كالريا وكعيبة أو نحو ذاك باختلاطك حصلا. പ്രിയപ്പെട്ട ഉസ്താദുമാർ, മറ്റെൻ്റെ മുത്താലിം സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ വിഷയം ഉന്മാദി ഹൃദയങ്ങളെ ശാന്തമാക്കുന്ന ഇലാഹി ചിന്തകൾ. കാലത്തിന്റെ പ്രസരിപ്പിൽ, പണത്തിന്റെ വളവളപ്പിൽ കാലം ഒരു അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇലാഹി ചിന്തകളെയും വിട്ടുകൊണ്ട് നമ്മുടെ സമൂഹം എങ്ങോട്ടേക്കാണ് പോകുന്നത്? വളരെയധികം മലീമസമായിക്കൊണ്ടിരിക്കുന്നു ജനത. ഇലാഹി ചിന്തകളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മറന്നുകൊണ്ടുള്ള ജീവിതം വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പാപ അധിഷ്ഠിതമായുള്ള നമ്മുടെ ജീവിതത്തിൽ പലർക്കും ഒരു വിചാരമുണ്ട്, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ ഇല്ലയോ എന്നുള്ളത്. സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പൊറുക്കുന്നവനാണ്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. ഈ ആയത്ത് ഇറങ്ങുന്ന അവസരത്തില് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനായ വഹ്ശിയെ ചോദിക്കുകയാണ്, എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ? എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരുമോ? ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അങ്ങനെ വഹ്ശി മുസ്ലിമാവുകയാണ്. വഹ്ശി മുസ്ലിമായ അവസരത്തിൽ മുസ്ലിമീങ്ങൾ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, ഇത് വഹ്ശീന് മാത്രം ഖാസായതാണോ? ഇത് വഹ്ശീന് മാത്രം പ്രത്യേകമായിട്ടിറങ്ങിയതാണോ? അതോ മറ്റുള്ള ജനതയ്ക്കെല്ലാം ഉൾക്കൊള്ളുന്നതാണോ? ആ സമയത്താണ് ബല്ലിൽ മുസ്ലിമീന ആമ്മാ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയധികം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. അവനോട് ഖേദിച്ചു മടങ്ങണം എന്ന് മാത്രമേ ഉള്ളൂ. സജലമായ കണ്ണുകളോടെ പാതിരാത്രി റബ്ബിനോട് നമ്മൾ തേടണം. എന്റെ പാപങ്ങളെല്ലാം പുറത്തു തരുമെന്ന് റബ്ബിനോട് നമ്മൾ ചോദിക്കണം. ആരെയും നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. സൽഗുണത്തോടുകൂടി നമ്മൾ ജീവിതം മുന്നോട്ട് നടക്കണം. ഹുസ്നുൽ ഖുൽഖോടുകൂടി ജീവിക്കണം. ഒരു ദിവസം ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തുമായിരിക്കുകയാണ്. ആ സമയത്ത് ആ സദസ്സിലേക്ക് അവര് കൂടിയിരുന്ന മജ്ലിസിലൂടെ ഒരു കള്ള് കുടിക്കുന്ന ഒരു വ്യക്തി നടന്നു പോവുകയാണ്. ആ സമയത്ത് സ്വഹാബത്തെല്ലാം ആ മനുഷ്യനെ ലഅനത്ത് ചെയ്യാൻ തുടങ്ങി. ആ മനുഷ്യനെ ലഅനത്ത് ചെയ്യാൻ തുടങ്ങി. ഈ കള്ള് നിരോധിക്കുന്ന സന്ദർഭത്തിലാണ്, കള്ള് നിരോധനവുമായി ബന്ധപ്പെട്ട ആയത്തിറങ്ങുന്ന അവസരത്തിലാണ്. അങ്ങനെ ഈ മനുഷ്യനെ ലഅനത്ത് ചെയ്യാൻ തുടങ്ങി. കരുണയുടെ നേതാവായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറയുകയാണ്, ഓ സ്വഹാബ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. ആ മനുഷ്യന്റെ മേൽ നിങ്ങൾ പിശാചിനെ നിങ്ങൾ എളുപ്പമാക്കാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ലഅനത്ത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ലഅനത്ത് ചെയ്യുന്ന അവസരത്തില് ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലഅനത്ത് ചെയ്യാൻ സഹായമാകുകയാണ്.
എന്നിട്ടൊരു സംഭവം പറഞ്ഞു കൊടുക്കുകയാണ്. ബനൂ ഇസ്രായേലരുടെ സംഭവമാണ്. ബനൂ ഇസ്രായേൽപ്പെട്ട 2 വ്യക്തികളുണ്ടായിരുന്നു. രണ്ടുപേരും പരസ്പരം സുഹൃത്തുക്കളാണ്. പക്ഷേ ഒരു വ്യക്തിയാണെങ്കിലോ ആബിദാണ്, മറ്റേ വ്യക്തിയാണെങ്കിലോ തെറ്റിലായി ജീവിക്കുന്ന ആളാണ്. അങ്ങനെ ഈ ആബിദായ വ്യക്തി തന്റെ കൂട്ടുകാരനായ രണ്ടാമത്തെ ആളോട് പറയുകയാണ്, തെറ്റിലായി ജീവിക്കുന്ന വ്യക്തിയോട് പറയുകയാണ്, മോനെ നീ നന്നാവണം, അള്ളാഹുവിനെ ഓർത്തുള്ള ജീവിതം നീ നയിക്കണം. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ്, ഖല്ലിനി റബ്ബി, എന്റെയും എന്റെ റബ്ബിന്റെ കാര്യം നീ വിട്ടേക്ക്, എന്റെ കാര്യത്തിൽ നീ ചിന്തിക്കാൻ വരണ്ട, ഞാനും എന്റെ റബ്ബും കൂടെ ഞാൻ തീരുമാനിച്ചോളാം, എന്റെ കാര്യത്തിലൊന്നും നീ ഇടപെടാൻ വരണ്ട. അങ്ങനെ ആ മനുഷ്യൻ, ആബിദായ മനുഷ്യൻ പോയി. രണ്ടാമതൊരവസരത്തിലും ഈ തെറ്റ് കണ്ടപ്പോൾ വീണ്ടും അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ നീ നന്നാവണം, റബ്ബിനോട് ഖേദിച്ച് മടങ്ങണം, ഈ ചീത്തയായ ജീവിതത്തിൽ നീ വെടിഞ്ഞു നിൽക്കണം. ആ സമയത്ത് അപ്പോഴും അദ്ദേഹം പറഞ്ഞു, എന്റെയും എന്റെ റബ്ബിന്റെ കാര്യവും നീ വിട്ടേക്ക്, നീ നോക്കണ്ട. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. മാത്രമല്ല ഈ കാണുന്ന അവസരത്തിലെല്ലാം ഈ ആബിദായ മനുഷ്യനെ ശപിക്കുമായിരുന്നു, നീ സ്വർഗത്തിൽ കടക്കുകയില്ല, അള്ളാഹുവിന്റെ ശാപം നിനക്ക് വരട്ടെ എന്ന്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർ രണ്ടുപേരുടെയും റൂഹ് പിടിക്കാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ രണ്ടുപേരുടെയും റൂഹ് പിടിച്ചു. റൂഹ് പിടിച്ചിട്ട് ഈ തിന്മയിൽ ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനോട് അള്ളാഹു പറയുകയാണ്, എന്റെ റഹ്മത്ത് കൊണ്ട് മോനെ നീ സ്വർഗത്തിലോട്ട് കടന്നോ, ഞാൻ നിനക്ക് പുറത്തു തന്നു എന്ന് ഈ മനുഷ്യനോട്, തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യനോട് പറയുകയാണ്. പക്ഷേ ആബിദായ മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, എന്തർത്ഥത്തിലാണ് എന്റെ ഒരു അടിമയെ നീ ശപിച്ചത്? എന്റെ അടിമ സ്വർഗത്തിൽ കടക്കുകയില്ലയോ എന്ന് തീരുമാനിക്കൽ ഞാനാണ്. ഏതടിസ്ഥാനത്തിലാണ് നീ ആ അടിമയോട് അങ്ങനെ പറഞ്ഞത്? അതുകൊണ്ട് നീ നരകത്തിൽ കടന്നോളൂ. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, എന്റെ ആധുനിക തലമുറയ്ക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണ്? എത്ര തെറ്റുകൾ ചെയ്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീആ. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. എന്ത് ചെയ്യണം? അള്ളാഹുവിനോട് സജലമായ കണ്ണുകളോടുകൂടി പാപങ്ങളിൽ നിന്ന് വിട്ടു നിന്നുകൊണ്ട് റബ്ബിനോട്, റബ്ബേ എന്റെ പാപങ്ങൾ നീ പുറത്തു തരണമെന്ന് ഖേദിച്ചു മടങ്ങണം. അങ്ങനെയുണ്ട് എങ്കിൽ റബ്ബ് നമുക്ക് പുറത്തു തരും. മഹാന്മാരുടെ ചരിത്രത്തിൽ ഒരുപാട് കരഞ്ഞ നിമിഷങ്ങളുണ്ട്. ഹസൻ ബസരി തങ്ങളുടെ അടുത്ത് ഒരു ഉമ്മ തന്റെ മകനെ, ഹംസ എന്ന് പറയുന്ന ഒരു മകനെ പഠിപ്പിക്കാൻ വേണ്ടി വിടുകയാണ്. ആ മനുഷ്യനാണെങ്കിലോ, ആ ഹംസ എന്നവര് പറയുകയാണ്, ഞാൻ പലപ്പോഴും എന്റെ ഉസ്താദായ ഹസൻ ബസരി എന്നവരുടെ അടുത്തേക്ക് പോകും. ആ സമയത്തെല്ലാം മഹാനവരുകൾ കരയുകയാണ്, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയുകയാണ്. എന്നിട്ട് എന്നോട് ഉസ്താദ് അവരുകൾ പറയും, മോനെ നീ കരയണം, റബ്ബിനെ ഓർത്തുകൊണ്ട് കരയണം, സജലമായ കണ്ണുകളോടെ കരയണം, പാതിരാത്രി നീ റബ്ബിനോട് ദുആരക്കണം, എന്റെ പാപങ്ങളെല്ലാം പുറത്തു തരാൻ വേണ്ടി നീ ദുആരക്കണം. അങ്ങനെ നീ കരഞ്ഞുകൊണ്ട് റബ്ബിനോട് നിന്റെ ദിനങ്ങളെല്ലാം, ദിനരാത്രങ്ങളെല്ലാം കഴിച്ചുകൂട്ടിയാൽ ആ കരഞ്ഞ കണ്ണീര് നരകത്തിന്റെ തീനെ ശമിപ്പിക്കാൻ കാരണമാകുന്നതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാം. എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കൊരുപാട് ബാധ്യതയുണ്ട്. ആരെയും ലഅനത്ത് ചെയ്യണ്ട, ഗീബത്ത് പറയണ്ട, കുറ്റം പറയണ്ട. അതിന് നമുക്ക് ആരും നമുക്കതിന് അവസരം തന്നിട്ടില്ല. ആരും നമുക്കതിന് എന്ത് തന്നിട്ടില്ല? നമുക്ക് ആരെയും ലഅനത്ത് ചെയ്യാനുള്ള കാര്യം നമ്മളോട് ആരും ഏൽപ്പിച്ചിട്ടില്ല. റബ്ബ് പറഞ്ഞത്, എൻ്റെ അടിമകളെ നിങ്ങൾ ഗീബത്ത് പറയണ്ട, നമീമത്ത് പറയണ്ട. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. കൃത്യമായി പഠിച്ചുകൊണ്ട്, പണ്ഡിതന്മാര് പറയുന്നത് കേട്ടുകൊണ്ട്, അവരുടെ തണലിലായി നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.